കിഫ്ബിയുടെ രജത ജൂബിലി ആഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നവകേരള നിർമ്മിതിയുടെ പ്രധാന പങ്കാളിയാണ് കിഫ്ബി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ സാദരം ക്ഷണിക്കുന്നു. സംസ്ഥാനത്തിന്റെ വികസനത്തിനായി രാഷ്ട്രീയ വേർതിരിവില്ലാതെയാണ് കിഫ്ബി പണം സർക്കാർ വിനിയോഗിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നവകേരള നിർമ്മിതിയുടെ പ്രധാന പങ്കാളിയാണ് കിഫ്ബി എന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ കേരളം മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഒരു വലിയ പട്ടണമായിട്ടാണ് നിൽക്കുന്നത്. എല്ലായിടങ്ങളിലും എല്ലാ സൗകര്യവും ഉണ്ട് എന്നുള്ളതാണ്. എവിടെയും വലിയ വേർതിരിവില്ല. എല്ലായിടങ്ങളിലും വികസനത്തിന്റെ സ്പർശമേൽക്കുകയാണ്. എല്ലാവരിലും വികസനത്തിന്റെ സ്വാദെത്തണം. അവർ സ്വാദറിയണം. അതിനുതകുന്ന നടപടികളിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത്. അത്തരം കാര്യങ്ങളിലാണ് ഇവിടെ കിഫ്ബിക്ക് വലിയ തോതിൽ സഹായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഇനിയും നമുക്ക് നല്ല രീതിയിൽ സ്വീകരിക്കാനാവണം. ഭാവിയിൽ സംസ്ഥാനത്തിനുണ്ടാകുന്ന വരുമാനം മുൻനിർത്തി പുറത്തുനിന്നുള്ള ധനസമാഹരണത്തിലൂടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ പൂർത്തിയാക്കാനാണ് കിഫ്ബി ലക്ഷ്യമിട്ടത്. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവർക്ക് മുന്നിൽ കിഫ്ബി അഭിമാന പദ്ധതിയായി മാറിയെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. പണം ചെലവാക്കുന്ന കാര്യത്തിൽ ആകെ കിഫ്ബി ഇപ്പോൾ ചെലവാക്കിയിട്ടുള്ള പണത്തിൻ്റെ 1/4 ഒന്നാം പിണറായി സർക്കാരും 3/4 രണ്ടാം പിണറായി സർക്കാരുമാണ് ചെലവാക്കിയത് എന്നുള്ളതുകൊണ്ട് വീണ്ടും ഒരു സർക്കാരിന് തുടർച്ചയുണ്ടാവുമെങ്കിൽ ഇതിനേക്കാളും എത്രയോ കൂടുതൽ ചെലവാക്കാൻ കഴിയും, ഇത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന സാധ്യത കൂടി ഞാൻ പറയുകയാണ്. അത് സാധ്യതയാണ്, വേണ്ടതാണ്. എന്നാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. ചടങ്ങിൽ കിഫ്ബി സിഇഒ കെ.എം. എബ്രഹാം നവകേരള ദർശനവും കിഫ്ബിയും എന്ന വിഷയത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2016 ആരോഗ്യം, ആർദ്ര മിഷൻ, വിദ്യാഭ്യാസം, സമഗ്ര വിദ്യാഭ്യാസ പുനർജീവന പരിപാടി, ഭവന നിർമ്മാണം, ലൈഫ് മിഷൻ, കൃഷിയും പരിസ്ഥിതിയും, ഹരിത കേരളം, അങ്ങനെ തുടങ്ങിയത് ആ 4 മിഷനിൽ തുടങ്ങിയത് ഇന്ന് അത് ഈ മിഷനുകളുടെ അതിരുവരമ്പുകളെ ഭേദിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും സമൂഹങ്ങളിലും മേഖലകളിലും ഒരുപോലെ എത്തിച്ചേർന്ന വികസനത്തിന് ഊന്നൽ നൽകി വരികയാണ്. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് പ്രത്യേക കമ്പനി, 14,600 കോടിയുടെ 3 വ്യവസായ പാർക്കുകൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 227 കോടിയുടെ പദ്ധതികൾ തുടങ്ങിയവ കിഫ്ബിയുടെ ലക്ഷ്യങ്ങളാണ്. 19,000 കോടിയുടെ AC റോഡ് വികസനം, 2,135 കോടിയുടെ വയനാട് ഇരട്ടത്തുരങ്കം എന്നിവയാണ് ഭാവിയിലെ പദ്ധതികൾ. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കിഫ്ബി ഓഫീസ് മുതൽ കനകക്കുന്ന് വരെ ലേസർ ഷോയും നടന്നു. ജനം, തിരുവനന്തപുരം.